അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് നുസൈബ ക്ലാസ് കഴിഞ്ഞ് വന്ന് ചായ കുടിക്കുകയാണ്. അപ്പോഴതാ ഉപ്പയുടെ ഫോണിലേക്ക് ആരോ റിങ് ചെയ്യുന്നു. ഉമ്മ, ഉപ്പയുടെ ഫോണല്ലേ ബെല്ലടിക്കുന്നത്? ആ മോളെ, ഉപ്പ എവിടെ? ഉപ്പയും ജോലി കഴിഞ്ഞ് വന്ന് ചായ കുടിച്ച് എങ്ങോട്ടോ ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മ ഫോണെടുത്ത് നോക്കി. അറിയാത്തൊരു നമ്പറാണല്ലോ. ഇക്ക, ഇക്ക, മോളെ ഉപ്പ എവിടെ നോക്കടി. ഉമ്മ, ഉപ്പ ഏതാ അവിടെ കുഴിച്ചിട്ട ആ പൂളക്ക് മണ്ണിടുകയാണ്. പഠിച്ചോനെ, ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വീണ്ടും അധ്വാനിക്കാൻ തുടങ്ങിയോ? ഇക്ക, ഇതാരോ വിളിക്കുന്നു. മോളെ ഈ ഫോൺ ഉപ്പ കൊണ്ടു കൊടുക്ക്. ഉപ്പ ഫോൺ വാങ്ങുന്നില്ല. ഉപ്പ പറഞ്ഞ് ഓൺ ആക്കിയിട്ടത് ലൗഡ് സ്പീക്കർ ഇടും മോളെ, എൻ്റെ കയ്യിലൊക്കെ മണ്ണാണ്. ഹലോ ലത്തീഫേ. ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഉപ്പാക്ക് മനസ്സിലായി അത് മറ്റാരുമല്ല, തൻ്റെ മോൾക്ക് വേണ്ടി വിവാഹം അന്വേഷിച്ച ആളാണ് ഹുസൈനാജി. ഉപ്പ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം. ലത്തീഫേ, വീണ്ടും വിളിക്കുന്നു. എന്തിനാ വിളിച്ചത്? ലത്തീഫേ, എന്നോട് ഞാൻ എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയിക്കണമെങ്കിൽ ഇത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. എന്നോട് നീ ക്ഷമിക്കണം. എന്തിനാ വിളിച്ചത്? നിങ്ങൾ കാര്യം പറയും. ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ തൊള്ളിയിൽ നിന്ന് എന്തെങ്കിലും അറിയാതെ എന്നോട് ഞാൻ പറഞ്ഞു പോയിക്കണമെങ്കിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല, ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. എന്നോട് ക്ഷമിക്കണം. കാര്യമായിട്ട് ഞാൻ പറയാണ് എന്നോട്. എന്തപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരാത്തത്? നമ്മളെ വീട്ടിലത്തെ പണിയൊക്കെ എനിക്ക് മടുത്താ. ഒന്നുമില്ലെങ്കിൽ ഇത്രയും കാലം എൻ്റെ പെണ്ണുങ്ങളെ കെട്ടിക്കൊടുന്നത് മുതൽ എൻ്റെ കുട്ടികളെ ഓരോ പ്രസവത്തിനും ഒക്കെ ഇവിടെ തന്നെയല്ലേ നിൻ്റെത് ഓലൊക്കെ തീറ്റിപ്പോറ്റി വളർത്തിയത് നമ്മളെ പൈസ കൊണ്ട് തന്നെയല്ലേ? അതൊക്കെ ഇപ്പോൾ പറയാൻ ഞാൻ എന്നെ നയിച്ചിട്ടല്ലേ എനിക്ക് പൈസ ഇട്ടിട്ടുള്ളൂ, വെറുതെ ഒന്നല്ലല്ലോ. അതൊക്കെ ശരി തന്നെയാണേ. നല്ലോണം നയിച്ചേക്കണം ഇവിടെ. നയിച്ചിട്ട് തന്നെയാണ് എനിക്ക് ഞാൻ പൈസ തന്നിട്ടുള്ളൂ. അല്ലാതെ ഹുസൈനാജി വേറെ ആർക്കും വെറുതെ കൊടുക്കുകയില്ലല്ലോ. എന്നാലേ ഇതങ്ങനല്ല. ഇത് കേട്ടോ, പഴയതൊക്കെ മറക്കാം, പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങാം. ഇനി ഇവിടെ പണിക്ക് വരേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇവിടുത്തെ അമ്മോഷങ്കാക്കായിട്ട് വന്നാൽ മതി. എന്ത്? നിങ്ങൾ പിന്നെ ഓരോന്ന് പറയുന്നുണ്ടോ എന്നോട്? അങ്ങനെയൊന്നല്ല പൊന്നാറിൻ്റെ ലത്തീഫേ, എൻ്റെ മോന് ഗൾഫിൽ നിന്ന് വന്നിക്കണ്. ഓനക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടീനെ ഞാൻ ആലോചിക്കുന്നത്. ഓനെയും മജീദിനെയും ഇന്ന് തന്നെ ഞാനാണ്ട് പറഞ്ഞേക്കാം. എൻ്റെ പെൺകുട്ടീനെ ഒന്ന് മാറ്റി ഒരുങ്ങി നിൽക്കാൻ പറയണ്ടേ. ഹേയ്, അതൊന്നും വേണ്ട, അതൊന്നും ഇപ്പോൾ ശരിയാവില്ല. ഇപ്പോൾ നോക്കണമെന്നില്ല കല്യാണ കാര്യങ്ങളൊന്നും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഉപ്പ അതാ ഫോൺ കട്ട് ചെയ്യുന്നു. അതാ വീണ്ടും ബെല്ലടിക്കുന്നു. ഇവനറിയാത്ത നമ്പർ എന്നാണ് ഇയാൾ വിളിക്കണത്. അദ്ദേഹത്തിൻ്റെ നമ്പർ വേറെയാണ്, ഇപ്പോൾ വേറൊരു നമ്പർ എന്നാണ്. അങ്ങനെ ആകുമ്പോൾ എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ലത്തീഫേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ വാക്കുകൾ അങ്ങനെ പറയാറില്ല, അതെനിക്ക് അറിയണമല്ലോ. പറയണത് അതൊരു വാക്കായിരിക്കും. ഇന്ന് എൻ്റെ മോന് അങ്ങോട്ട് പെണ്ണ് കാണാൻ വരുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും എൻ്റെ കുട്ടീനെ ഒന്ന് കാട്ടിക്കൊടുക്കണം. അതെനിക്ക് എന്നോട് പറയാനുള്ളൂ. അങ്ങനെ എങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ എനിക്കൊരിക്കലും പണിക്ക് പോകേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്കുള്ളത് അവിടെ എത്തും. എനിക്ക് പറ്റിയൊരു ജോലി ഒരു കാര്യസ്ഥന് ആക്കി എന്നെ ഞാൻ ഇവിടെ നിർത്തും. ഹേയ്, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ പണിക്ക് പോകുന്നുണ്ട്, റാഹത്തായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവ് പഠിച്ചൊന്ന് തന്നാൽ മതി. വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്നാൽ തന്നെ ഞാൻ എൻ്റെ കുട്ടികളെ പോറ്റിക്കൊണ്ട്. ലത്തീഫെ, ഒരിക്കൽ കൂടി ഞാൻ പറയണം, എനിക്ക് 3 പെൺകുട്ടികളാണ്. 1, 2 അല്ല, 3 ഉള്ളത്. ഒന്നാണെങ്കിൽ ഇതാ കല്യാണം കഴിഞ്ഞാൽ അതൊന്നും നമുക്കൊരു വിഷയമില്ല നമ്മളെ കുട്ടിക്ക് വേണ്ടിയിട്ട്. എൻ്റെ കുട്ടിയെന്ന് വെച്ചാൽ എൻ്റെ കുട്ടീൻ്റെ സ്വഭാവം എനിക്കറിയാലോ, കുറച്ച് നല്ല സൈസ് തന്നെയാണ്. അപ്പോൾ ഓന് പറയണത് ഇപ്പോൾ കല്യാണം വേണ്ട നിൽക്കുകയാണ്, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം വന്നിട്ട് മതി നിൽക്കുകയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാം, കല്യാണമാണ് കഴിഞ്ഞാൽ, നിക്കാഹെങ്കിലും കഴിഞ്ഞാൽ അതാണ് കഴിഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, എൻ്റെ കുട്ടീനെ ഇപ്പോൾ കെട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല, അവൾ പഠിക്കുകയാണ്. ഉപ്പതാ ഫോൺ കട്ട് ചെയ്തു. ഹുസൈനാജിക്ക് ശരിക്കും നിരാശയായി. ഓൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ, ഓൻ്റെ ഒരു വാശി കണ്ടില്ലേ. അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, പോവന്നെ വേണം. ഓൻ്റെ വീട്ടുമുറ്റത്തേക്കാണ് പോകണം, അതാ വേണ്ടിയത്. എന്താ ഓനക്ക് ഇത്ര ഒരു ഇത്? ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ തെറ്റല്ലേ ഓൻ ഇതുവരെ കുട്ടികളെ തീറ്റി പോയിട്ടുണ്ടാക്കിയത്? ഞാൻ കൊടുത്ത പൈസ കൊണ്ട് തന്നെയല്ലേ. ഒന്നും പറ്റില്ലേനോ, അഹങ്കാരം കുറച്ച് കൂടുതലുമാണ്, അത്ര പാടില്ല. ഓൻ്റെ പെൺകുട്ടികളും പെണ്ണുങ്ങളും കുറച്ച്
കാണാൻ കുറച്ച് ചൊറുക്കുണ്ടെന്ന് കരുതിയിട്ടേക്കാരം ഓനക്ക് ഇത്ര വലിയ ഇത്. ഹുസൈനാജിൻ്റെ സംസാരം കേട്ടുകൊണ്ട് അതാ ഉമ്മ അങ്ങോട്ട് വന്നു. നോക്കി. എന്താടി? അതെ, നിങ്ങളെന്താ ആരോടങ്ങനെ ചൂടാണിത്? ഇങ്ങനെ സംസാരിക്കണെന്താ? എനിക്കങ്ങനെ പലരോടും സംസാരിക്കണ്ടാവും. എന്താ ഈ ചോദിക്കണേ? അല്ലേ, എന്നാലും ആരാണ് അഹങ്കാരി എന്നൊക്കെ നിങ്ങൾ പറയണത്? അഹങ്കാരം കണ്ടില്ലേ, എവിടുത്തതുകൊണ്ടാണ് തിന്നതെന്നൊക്കെ പറഞ്ഞു. ആരുമില്ലേടി, ആ ലത്തീഫില്ലേ ഇവിടെ പണിക്ക് വന്നതിൻ്റെ? ഓന് 2-3 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾ നല്ല മണി പോലത്തെ കുട്ടികളാണ്. ഞാൻ നമ്മളെ മോനെ കൊണ്ട് ആലോചിച്ചിട്ട് ഓനൊരു കൂസലുമില്ല, ഓൻ കെട്ടിച്ച് തരൂലെന്ന് തന്നെ. ഇത്ര അഹങ്കാരം പാടില്ലല്ലോ ആൾക്കാർക്ക്. അതെ, നാട്ടിൽ എത്രയോ പെൺകുട്ടികളുണ്ടാവും. എന്തപ്പോൾ അതിനെ തന്നെ കെട്ടണം നിങ്ങൾക്ക് ഇത്ര വലിയൊരു നിർബന്ധം? നിങ്ങൾക്ക് വേറെ പെണ്ണുങ്ങളില്ലാത്ത പോലെ എന്താ നമ്മളെ മോനക്ക് വേറെ പെൺകുട്ടികളെ കിട്ടൂലേ? അതന്നെ ഉള്ളൂ ഇവിടെ പെണ്ണ്. അതെ, ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാൽ മതിച്ച്. പിന്നെ നോക്കി, അത് ഓനിപ്പോൾ കല്യാണം കഴിക്കണില്ല എന്ന് പറഞ്ഞിരിക്കണ്. അടുത്ത പ്രാവശ്യം വന്നിട്ടാണത്ര. അതൊക്കെ തീരുമാനിക്കുക നിങ്ങളാരാ? ഞാൻ എന്താ ഇവിടുത്തെ ബാപ്പയൊന്നല്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കണ ഞാനാണ്. ഇത് എൻ്റെ തറവാടാണ്, എൻ്റെ സ്വത്താണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ എന്ത് വേണം ഏത് വേണം എന്നൊക്കെ തീരുമാനിക്കണത് ഞാനാണ്. അതിന്മേൽ ഇനിയിപ്പോൾ തള്ളി മോനൊന്നും ഒന്നിനും വരണ്ട. ഞാൻ പറഞ്ഞാണ്ട് കേട്ടാൽ മതി. പഠിച്ചോനെ, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണോ? ഇപ്പോഴും ഉണ്ടല്ലോ പഠിച്ചോനെ ഇങ്ങനെ സ്വഭാവമുള്ള തന്തകൾ. പണ്ടത്തെ കാലത്തൊക്കെ ബാപ്പാരാണ് പെണ്ണിനെ കാണാൻ പോവുക, ചെക്കൻ്റെ ബാപ്പാർ. ചെക്കന്മാർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇനി അതല്ല, പെണ്ണും ചെക്കനും അതും കണ്ടിട്ടുണ്ടാവില്ല. ബാപ്പാക്ക് ഇഷ്ടപ്പെട്ട് ബാപ്പാക്ക് സമ്മതമാണെങ്കിൽ കല്യാണം മോനെ കൊണ്ട് നടത്തും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെയാണ് ആൾക്കാരെ മുഖം പോലും കാണൽ. പെണ്ണുങ്ങൾക്കോ അല്ലെങ്കിൽ ആൺകുട്ടികൾക്കോ അതൊന്ന് കാണാനുള്ള ഒരു അവസരം പോലും ബാപ്പന്മാർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേ സ്വഭാവമാണ് ഇയാൾക്ക്. ഇയാളെന്തെങ്ങനെ അതിനിഷ്ടപ്പെട്ട കുട്ടികളെ എൻ്റെ മോൻ കെട്ടണം അങ്ങനെയൊക്കെ ഉണ്ടോ? എടീ, എൻ്റെ മോനെവിടെ? മോനും എൻ്റെ ഫ്രണ്ട്സുകൾ വിളിച്ചപ്പോൾ പോയതാണ്. എന്തേ? ഓനോടേ ഇങ്ങോട്ട് വരാൻ പറയും. എന്തിന്? ലത്തീഫിൻ്റെ മോളെ പെണ്ണാണാൻ പോവാന്, വേറൊന്നിനും അല്ല. അപ്പോൾ ലത്തീഫിൻ്റെ മോളെ അന്ന് കെട്ടിച്ചതല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലത്? അതൊന്നും എനിക്കറിയില്ല. ലത്തീഫിനൊരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ നമ്മളെ മോനെ കൊണ്ട് കെട്ടിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് മറ്റൊന്നും പറയണ്ട. മോനെ വിളിക്കടി. ഉപ്പ ദേഷ്യപ്പെടുകയാണ്. നോക്കി, നിങ്ങളൊന്ന് സബൂറാക്കി. നിങ്ങളെന്താ ഇങ്ങനെ? ഓൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ കെട്ടണില്ലാന്ന്? പിന്നെന്താ വിളിക്കാനാ പറഞ്ഞത്? എനിക്ക് കഴിയൂല, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ഫോൺ എടുത്താ. ഇക്ക വേണ്ട, അത് വേണ്ട. ഇനി പിന്നെ നമുക്ക് നോക്കാം. ഓനെ കൊണ്ട് ഫോൺ എടുക്കാനാ പറഞ്ഞത്. വിളിക്കടി. നിങ്ങൾ വിളിച്ചോളി, എന്നെ കൊണ്ട് കഴിയൂല. എന്നോടാണ് വിളിക്കാൻ പറഞ്ഞത്. എൻ്റെ മോനെ വിളിക്ക്. ഓന് കൂട്ടുകാരുടെ കൂടെ ഇവിടെ ടൂറ് പോയിക്കുക. എന്തൊക്കെയാണ് ഓൻ്റെ ഒടുക്കത്തെ ടൂറ്? ഓനോടിപ്പോൾ എത്ര ദിവസം അത് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ വിളിക്കാനാ പറഞ്ഞത്. വിളിക്ക്. അസ്കറിൻ്റെ ഉമ്മ അതാ പേടിച്ചുകൊണ്ട് വിളിക്കുന്നു. ഭർത്താവിനെ അവർക്ക് പേടിയാണ്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അതിലേറെ പേടിയാണ്. ഉമ്മ അതാ അസ്കറിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. മോനെ അസ്കോ. എന്തുമ്മ? എന്ത് വിളിച്ചത്? അതെ, ബാപ്പ എന്നോടൊന്ന് വേഗം വരാൻ പറയുന്നുണ്ട്. എന്തുമ്മ? അത് പെണ്ണ് കാണാൻ പോകാനാണത്രേ. എങ്ങോട്ട്? അത് നമ്മളെ വീട്ടിലൊക്കെ ജോലിക്കൊക്കെ വന്നിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ മോളെ കാണാനാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാവോ ഉമ്മ. ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ ടൂറിന് ഒരു ഭാഗത്ത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതപ്പോൾ ഇവിടുന്ന് പുറപ്പെടും. അത് മോനെ. എന്താണ് എൻ്റെ മോൻ പറയണത്? ഓന് ടൂറ് പോകാൻ വേണ്ടി ഒരുങ്ങി ഫ്രണ്ട്സുകളെ കൂടെ ഇറങ്ങാൻ നിൽക്കുകയാണെന്ന്. ആ ഫോൺ ഇങ്ങോട്ട് താടി. അസ്കറേ, എന്താ ഞാൻ പറഞ്ഞാൽ എന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയൂലേ? എന്താ എൻ്റെ പ്ലാനിങ്? ഇവിടെ വന്നാ ബാപ്പ ഞങ്ങൾ നാളെ വരാം. ഇന്ന് ഏതായാലും ഞങ്ങൾ പുറപ്പെടുകയാണ്. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അസ്കറിനോട് ഇവിടെ വരാനാണ് ഞാൻ പറഞ്ഞത്. ബാപ്പ പ്ലീസ്, ഞങ്ങൾ ഇറങ്ങിക്കണ്. ഇനിയിപ്പോൾ ഒരാൾ മിസ്സാകുക, ഒരാൾ കുറഞ്ഞാൽ ആകെ പ്ലാനിങ് തെറ്റും. എൻ്റെ ഒരു പ്ലാനിങ് ബാപ്പ
ക്ഷമിക്കണം, നാളെ എന്തായാലും വരാം. ദേഷ്യത്തോടെ ആ ഫോണെടുത്ത് ബാപ്പ അതാ ആ കസേരയിലേക്ക് എറിയുന്നു. ഓൻ്റെ ഒരു ടൂറ്. ഇങ്ങളിപ്പോൾ എന്തിനാ ഓനെങ്ങനെ നിർബന്ധിച്ച് പെണ്ണെട്ടിപ്പിക്കണേ? അതുകൊണ്ട് ഇപ്പം ഇങ്ങൾക്കിപ്പോൾ എന്താ? ഓൻ പോകില്ല ഒരു മാസം നിന്നാൽ. അതിനെന്താടി, നമ്മളെ തറവാട്ടക്ക് പറ്റിയ പെണ്ണാണത്. ഓളെ നഷ്ടപ്പെടുത്തൂല ഞാൻ. നഷ്ടപ്പെടുത്താൻ പാടില്ല. അവളീ തറവാട്ടിൽ വന്ന് കയറണം. അതെന്താ ഹുസൈൻ വിചാരിച്ചാൽ എന്താ നടക്കൂലേ? അത് നടക്കായിട്ടൊന്നല്ല, പക്ഷേ ഓനക്ക് അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേന് കുറേ ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കാര്യത്തിന് ഓനാ ഗൾഫിക്ക് പോകേണ്ട ആവശ്യം? ഓനക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിടുന്നാൽ പോരെ, അവന് പറ്റായിട്ടല്ലേ? എൻ്റെ മോനിങ്ങോട്ട് വരട്ടെ, ഞാൻ കാട്ടിക്കൊടുക്കാം. ഒക്കെ എൻ്റെ കാരനാണ് കൊഞ്ചിച്ച് വഷളാക്കിയത്. ദേഷ്യത്തോടെ അയാളെ ഭാര്യയെ അതാ അയാൾ തള്ളി മാറ്റുന്നു. എന്താ മനുഷ്യ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? ഓരോരുത്തർക്കും ഇഷ്ടമില്ലാത്ത കെട്ടിവെക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? ഓൻ കെട്ടില്ല വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ? എന്നെക്കൊണ്ട് ഈ ഓരോന്നും പറയിപ്പിക്കണ്ട കേട്ടോ. എനിക്ക് വേറൊന്നും അറിയായിട്ടൊന്നല്ല, വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. എനിക്കറിയങ്ങളെ സ്വഭാവമൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ഇനിയിപ്പോൾ എന്താ? ഞാൻ എന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് പോകാം. അല്ലെങ്കിലും ഞാൻ നിന്നാലും നിന്നിട്ടില്ലെങ്കിലും ഇങ്ങൾക്ക് മറ്റു പെണ്ണുങ്ങളോടൊക്കെ അല്ലേ ബന്ധമുള്ളത്. അതെനിക്ക് അറിയായിട്ടൊന്നുമല്ല. ഞാൻ ക്ഷമിച്ച് എൻ്റെ കുട്ടികളെ വിചാരിച്ച് ഇവിടെ നിൽക്കുകയാണ്. തുടങ്ങി കള്ള കണ്ണീര്. അതേ, ഹുസൈനെ വിചാരിച്ചാലേ ഇതെല്ലതിൻ്റെ അപ്പുറം എനിക്ക് ചെയ്യാൻ കഴിയും. അനക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ എടുക്കാളെടുത്ത് പോകാം. അതേ, ഹുസൈന് വേറെ പെണ്ണ് കിട്ടായിട്ടില്ല കേട്ടോ. ഈ തന്തക്ക് എപ്പോഴും ഈ ഒരു ചിന്തയേ ഉള്ളൂ, പെണ്ണുങ്ങളെ. ഇനിയിപ്പോൾ ആ പെൺകുട്ടിനെ എന്തിനാണ് അവൻ കെട്ടിക്കൊണ്ടിരുന്നത്? മോനെ കൊണ്ട് പെണ്ണിട്ടിപ്പിച്ചിട്ട് വേണ്ട, ഓനിവിടെ ഇല്ലാതെ ശരിയാവില്ലത് ഒരിക്കലും. ഞാനത് സമ്മതിക്കൂല. കയറി പോടിയകത്ത് ചേലക്കാതെ. അയാൾ നല്ല ദേഷ്യത്തിലാണ്. അസ്കറിൻ്റെ ഉമ്മ അകത്തേക്ക് പോയി പൊട്ടി കരഞ്ഞു. എപ്പോഴും പറയുന്നതാണ്, എടുക്കാളെടുത്ത് പോയിക്കോ എന്നുള്ളത്. എനിക്ക് വേറെ ആളെ കിട്ടും എന്നൊക്കെ. അയാളുടെ സ്വഭാവം സത്യം പറഞ്ഞാൽ സ്വത്ത് മുതലൊന്നും നോക്കി ആരെയും കെട്ടിക്കരുത്. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. എനിക്കതില്ലല്ലോ. എല്ലാം ഉണ്ട്, പക്ഷേ ഒന്ന് മാത്രം എനിക്കില്ല. എല്ലാം ഉണ്ട്, സ്വത്തും മുതലും സമ്പത്തും പൈസയും ഒക്കെ ഉണ്ട്. പക്ഷേ മനസ്സിനൊരു സുഖമുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ മനസ്സമാധാനം നിറഞ്ഞ ജീവിതം എന്ന് വെച്ചാൽ എന്താ? തൻ്റെ ഭർത്താവ് മറ്റുള്ള പെണ്ണുങ്ങളോടൊന്നും കൂടുതൽ ഇടപഴകാതെ സ്വന്തം ഭാര്യയെ മാത്രം സ്നേഹിക്കുക എന്ന് കരുതി ഉമ്മയെയും പെങ്ങന്മാരെയും ഒന്നും സ്നേഹിക്കണ്ട എന്നല്ല. പക്ഷെ എന്നാലും വേറെ പെണ്ണുങ്ങളെ കാണുമ്പോൾ പല ആളുകൾക്കുള്ളതാണ്. പക്ഷേ ഇയാൾക്ക് ഇത് കൂടുതലായിട്ടാണ്. എത്രയോ വട്ടം നേരിൽ കണ്ടിട്ടുണ്ട് മറ്റു പെണ്ണുങ്ങളോട് കൂടുതലായി സംസാരിക്കുന്നതും അവരോട് ഇടപഴകുന്നതും അവരോട് കൊഞ്ചി കുഴയുന്നതും എല്ലാം. ഹൃദയം പൊട്ടിപ്പോയിട്ടുണ്ട്. ഞാനെങ്ങാനും എന്തെങ്കിലും ദേഷ്യം പിടിച്ച് സങ്കടം കൊണ്ട് പറഞ്ഞാൽ പോലും അദ്ദേഹം പറയും, അത് നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം, നിനക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ പറയും, ഞാൻ വേറെ ആളെ നോക്കും. വേറെ ആളെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവരും അയാളൊപ്പം തന്നെയല്ലേ. ചില പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ, കുറച്ച് പൈസയും പ്രതാപമൊക്കെയുള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളൊപ്പം ഇങ്ങോട്ട് കൂടും. അയാളെ ഒപ്പം ഇങ്ങോട്ട് കൂടി എല്ലാത്തിനും അയാളൊപ്പം ഉണ്ടാവും. പണിക്കാരത്തിൽ നിന്ന് തന്നെ കുറേ പെണ്ണുങ്ങളെ അങ്ങനെ എനിക്കറിയാം. എന്താണ് ഹുസൈനാക്ക എന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരും. എന്നോട് അവൾക്ക് മിണ്ടാനൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല. മറ്റു പെണ്ണുങ്ങളോടാണ് അയാൾക്ക് താല്പര്യം. എന്നോടൊരു ഇഷ്ടമൊന്നുമില്ല. ഞാനെന്തേ പറയുമ്പോൾ എപ്പോഴും എതിർത്ത് സംസാരിക്കുള്ളൂ. അതിനെന്താ, കൊഞ്ചി കുഴയാൻ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇയാളെ കൂടെയുള്ള ജീവിതം പലപ്പോഴും മടുത്തിട്ടുണ്ട്. എൻ്റെ മക്കളെ വിചാരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വരെ തോന്നിപ്പോകും. കാരണം അത്രക്കും സഹിക്കാൻ കഴിയാത്ത കാഴ്ചകളൊക്കെ കാണുമ്പോൾ. അസ്കറിൻ്റെ ഉമ്മ സങ്കടപ്പെട്ട് കരയുകയാണ്. എൻ്റെ മോനെ നീ നാളെ വരുമ്പോൾ എന്തൊക്കെയാണാവോ പഠിച്ചോനെ. ഓനിപ്പോൾ വരണ്ടില്ലായിരുന്നു തോന്നുകയാണ്. ഗൾഫിൽ തന്നെ നിന്നാൽ കുറച്ച് സമാധാനമായിരുന്നു. ഓൻ എന്തിനാണാവോ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഒരു മാസം കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്നാണ് വന്നത്. എന്തായാലും എന്തൊക്കെയാണാവോ ഇപ്പം ഉണ്ടാകുക. ആ ദിവസം അസ്കറിൻ്റെ ഉമ്മാക്ക് ഒരു മനസ്സമാധാനം ഇല്ലായിരുന്നു. എന്ത് കാരണത്തിനാണ് മോനെങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കണേ
എന്നാലോചിച്ചിട്ട്. ഒരു പക്ഷേ പാവം ആ ലത്തീഫ് കാക്കാൻ്റെ വീട്ടുകാർക്കൊന്നും അറിയില്ലായിരിക്കും ഇയാൾ സ്വഭാവമൊന്നും. അയാൾ ഇവിടെ കുറേ കാലം പണിക്ക് നിന്നതൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും അവിടെ പോയി പറയാണ് വേണ്ടത്, ഇങ്ങോട്ട് കെട്ടിക്കന്നെ വേണ്ട ഇയാളുള്ള വീട്ടിലേക്ക് എന്ന്. അതാണ് പറയാണ് വേണ്ടത്. പറ്റുകയാണെങ്കിൽ ലത്തീഫാക്കാൻ്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയണം, ഒരിക്കലും ഇങ്ങോട്ട് കെട്ടിക്കരുത് എന്ന്. ഇനിയിപ്പോൾ എൻ്റെ മോനെ കൊണ്ടായാലും ഇങ്ങോട്ട് കെട്ടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കുകയാണെങ്കിൽ തന്നെ ഒരു വേറെ വേഗം പോകണം. ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇവിടെ നിർത്തിയാൽ. അയാൾ അത്തരക്കാരനാണ്. പിന്നെ അയാളോട് എതിര് പറയാനും ഒന്നിനും ആരും വരില്ല. കാരണം അത്രക്കും പണക്കാരനല്ലേ. എന്തു തന്നെ സംഭവിച്ചാലും പൈസ കണ്ട് കൊടുത്താൽ ശരിയാവില്ലേ എല്ലതും. അങ്ങനെയുള്ളവർക്ക് കേസും ഉണ്ടാവില്ല, കൂട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അയാൾക്കെതിരായിട്ട് പറയാനും ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവിടെ നിന്ന് പോവണം ലത്തീഫ് അകൻ്റെ വീട്ടിലേക്ക്. അയാളോടല്ലെങ്കിലും അയാളെ ഭാര്യയോടെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. പറ്റുകയാണെങ്കിൽ മോൻ്റെ കൂടെ ഒന്ന് പോവണം. ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാവുക. മോനെ പെണ്ണ് കാണാൻ നിർബന്ധിക്കുകയാണ്. നാളെ വന്നാൽ നിൽക്കാൻ സമ്മതിക്കൂല. അതിൻ്റെ മുമ്പ് അവിടെ ഒന്ന് വിളിച്ച് പറയേ, അല്ലെങ്കിൽ പോയി പറയേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്പർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുകയാണ്. എന്നും കണ്ണീരിലാണ് അസ്കറിൻ്റെ ഉമ്മയുടെ ജീവിതം. അത് മറ്റൊന്നുമല്ല, ഹുസൈനാജിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഒരു പെണ്ണിൻ്റെ മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ അവൾക്ക് എപ്പോഴും സമാധാനം തരുന്ന, സന്തോഷം കൊടുക്കുന്ന ഭർത്താവാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെയായാൽ അവളുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇത് ഇങ്ങനെയൊക്കെ ആളായി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും. ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് ഭർത്താവിൻ്റെ സ്നേഹവും ഭർത്താവിൻ്റെ കരുണയും ഭർത്താവിൻ്റെ ആ ഒരു വിശ്വസ്തതയുമാണ്. ആ വിശ്വസ്തത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ജീവിതം? വിശ്വാസം, അതല്ലേ എല്ലാം. പലപ്പോഴും അദ്ദേഹം എന്നെ ശകാരിക്കാറുണ്ട്, ശാസിക്കാറുണ്ട്, സംശയരോഗി എന്ന് പറഞ്ഞ് പലവട്ടം അടിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ കൊണ്ടു നിന്നിട്ടുണ്ട്. എന്തിന്? ഒരു പെണ്ണിന് ഒരിക്കലും ഒരാളെ സംശയം തോന്നൂല. എന്തെങ്കിലും ഒരു തെറ്റ് തൻ്റെ ഇണയുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആണിനായാലും പെണ്ണിനായാലും സംശയം തോന്നുകയുള്ളൂ. അല്ലാതെ ഒരാളെയും ഒരിക്കലും സംശയിക്കില്ല, അതിനുള്ള അവസരം വരുത്തിയിട്ടല്ലാതെ. ഹുസൈനാജി പലവട്ടം അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം കണ്ടു സഹിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിന്നിട്ടുമുണ്ട്. പാവം, അങ്ങനെ കണ്ണീർ കുടിക്കുന്ന ഒരുപാട് ജന്മങ്ങൾ നുസൈബയുടെ ജീവിതം പോലെ. നുസൈബയുടെ ഭർത്താവും ഫൈസൽ അതേ സ്വഭാവക്കാരനായിരുന്നു. പലവട്ടം നുസൈബ കണ്ണീർ കുടിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ. അന്ന് രാത്രി ഷമ്മാസിൻ്റെ വീട്ടിൽ. ഷമ്മാസിന് നല്ല ടെൻഷനുണ്ട് ഇപ്പോൾ. കാരണം മറ്റൊന്നുമല്ല, ഇത്താത്ത പറഞ്ഞ ആ ഒരു വിവാഹം, അത് എനിക്കൊട്ടും സമ്മതമല്ല കാണാൻ പോകാൻ. തൻ്റെ മനസ്സിലൊരു ഹിജാബി ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നടക്കും? ഹേയ്, ഒരിക്കലുമില്ല, എനിക്ക് അതിന് സമ്മതമല്ല. ഷമ്മാസ് ഫോണെടുത്തു. ഇന്ന് ഹിജാബിയുടെ എല്ലാം കേൾക്കണം, അവളുടെ മനസ്സിലുള്ളതെല്ലാം. പക്ഷേ അവളത് മുഴുവനായിട്ട് ഒന്നും പറയുന്നില്ല. എന്തോ പ്രോബ്ലമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൾ ഒരു ഓക്കെ പോലും പറയാതെ അവൾ ഓൺലൈനിൽ നിന്ന് പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇന്നെന്തായാലും ആദ്യമേ ചോദിക്കണം. ഷമ്മാസ് ഫോണെടുത്തു. ഹിജാബി. ഹായ് ഹിജാബി, ഇന്നെങ്കിലും നീ ഒന്ന് പറഞ്ഞിട്ട് പോവണം. എന്നും ഞാൻ ഒരുപാട് കാത്തിരിക്കും, ഒരുപാട് സമയം കാത്തിരിക്കും. 1 മണി 1:30 കാത്തിരിക്കും നിൻ്റെ ഒരു റീപ്ലേക്കും വേണ്ടി. പക്ഷേ നീ റീപ്ലൈ തരുന്നില്ല. നീ അപ്പോഴേക്കും പോവുകയാണ്. അത് എനിക്ക് ഉമ്മ വരും. ഫോണിൻ്റെ ലൈറ്റ് കണ്ടാൽ അത് പ്രശ്നമാണ്. എനിക്ക് പേടിയാണ്. ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് 10 മണിക്ക് ശേഷമൊന്നും ഫോൺ യൂസ് ചെയ്യരുത്, അതും ഇരുട്ടത്ത്, അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഷമ്മാസ്, എനിക്ക് ഭയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്ത് കിടക്കുന്നത്. ഹിജാബി, സോറി ട്ടോ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു നിനക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടാണോന്ന്. നുസൈബക്ക് മറുപടി പറയാൻ ഒന്നും ഉണ്ടായില്ല. എന്തെങ്കിലും ഒന്ന് പറയടി. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വാക്ക് കേൾക്കാൻ കൊതിയായിട്ടാണ്. ഇഷ്ടമാണ് എന്നുള്ളൊരു വാക്ക്, ഒന്നുമില്ലെങ്കിൽ ഒരു യെസ്, അത് മതി എനിക്ക്. ഷമ്മാസ്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതാനുഭവങ്ങൾ കേട്ടാൽ നീ ഒരിക്കലും എന്നോട് അടുക്കില്ല, എന്നെ സ്നേഹിക്കില്ല.
പറയൂ ഹിജാബി, എന്തു തന്നെയാണെങ്കിലും ഞാൻ അത് അംഗീകരിക്കും സത്യമായിട്ടും. ഷമ്മാസ്, ഞാൻ പറയാൻ കേട്ടോ, പിന്നെ ഈ ഒരു സ്നേഹം ഷമ്മാസിന് എന്നോട് ഒരിക്കലും തോന്നില്ല. ഹിജാബി, നീ ഇങ്ങനെ ഒരുപാട് ടെൻഷനാക്കാതെ കാര്യം പറയൂ. അത് അറിയുന്നതല്ലേ ഞാൻ മറ്റൊരുത്തൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത്. ഷമ്മാസ് അത് കേട്ടു. എനിക്കറിയാം. അറിയുമോ അതെങ്ങനെ? അതെല്ലാം ഞാൻ അറിഞ്ഞു. അതെ, ഞാൻ എൻ്റെ ഇക്കയുടെ ഭാര്യയായിരുന്നു. എന്നിട്ട് നീ ഇക്ക എന്ന് അപ്പോൾ ഡൈവേഴ്സല്ലേ? നിന്നെ ഉപേക്ഷിച്ചതല്ലേ? അതെ, ഉപേക്ഷിച്ചതാണ്. പക്ഷേ എന്ത് പക്ഷേ? എൻ്റെ മനസ്സിനുള്ളിൽ അദ്ദേഹം വളരെയധികം ആഴത്തിൽ പതിഞ്ഞതായിരുന്നു. എൻ്റെ ഇക്ക, എനിക്ക് അദ്ദേഹത്തെ മറക്കുവാൻ കഴിയുന്നില്ലായിരുന്നു. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹമുള്ള വാക്ക് കേൾക്കുവാൻ വേണ്ടി പലവട്ടം ഞാൻ കൊതിച്ചതാണ്. അദ്ദേഹം എൻ്റെ പേരൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ പലവട്ടം ഞാൻ കൊതിച്ചു. പക്ഷേ എനിക്കെൻ്റെ ജീവിതം, അത് വളരെ ചെറുപ്പത്തിൽ എന്നെ നിക്കാഹ് കഴിച്ച എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അയാളെ. സത്യമായിട്ടും എനിക്കെൻ്റെ ജീവനായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഉപേക്ഷിച്ചവനല്ലേ? അതെ, അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു. പക്ഷേ നിനക്ക് ഹിജാബി പറയൂ, എന്താണ് നിൻ്റെ പ്രശ്നം? എന്താണെങ്കിലും പരിഹാരമുണ്ടാക്കാൻ ഞാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നിനക്ക് എന്താണ് പറയൂ. ഒരു നിമിഷം ഷമ്മാസ് ചിന്തിച്ചു. പടച്ചോനെ, ഒഴിവാക്കിയ അയാളെ ഇപ്പോഴും അവൾക്ക് ഇഷ്ടമാണെന്നോ? അവൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണെന്നോ? എന്താണ് ഇവൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടം അത് വേണ്ടെന്ന് വെക്കും. മറ്റൊരുത്തൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ. ഹിജാബി പറയൂ, എന്നിട്ട് നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അയാളുണ്ടോ? ഷമ്മാസ്, സത്യമായിട്ടും അത് മനസ്സിനുള്ളിൽ ഒരു കനലായി നീറുകയാണ്. ഹിജാബി, അങ്ങനെയുള്ളതിനെ അങ്ങെടുത്ത് പുറത്തിട്ടൂടെ? എന്തിനാണ് നമ്മോട് ഇഷ്ടമില്ലാത്ത ഒരാളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? ഷമ്മാസ്, അത് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുകയല്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ നിക്കാഹ് കഴിച്ച ഒരേ ഒരാൾ അയാളാണല്ലോ. അദ്ദേഹത്തിനെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല സത്യമായിട്ടും. ഹിജാബി, ഇപ്പോഴും നീ അങ്ങനെ തന്നെയാണോ? അത് ശരിയല്ലല്ലോ. അത് നിനക്കറിയില്ലേ? ശരിയാണ്, പലതവണ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഹിജാബി, എന്നോട് നീ ക്ഷമിക്കണം. നിൻ്റെ മനസ്സിൽ ആരുമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. സത്യമായിട്ടും നീ മറ്റൊരുത്തൻ്റെ പെണ്ണാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആദ്യമേ. പക്ഷേ പിന്നീട് നിൻ്റെ ഫ്രണ്ടും നിൻ്റെ ആ സാറും പറഞ്ഞപ്പോൾ ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. ഹേയ്, മറ്റൊരുത്തൻ്റെ ഭാര്യയെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ പൊട്ടി കരഞ്ഞിരുന്നു. അന്ന് എനിക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു. ഒരിക്കലും എനിക്ക് ആ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാനതറിഞ്ഞത്. നിൻ്റെ ഫ്രണ്ടും നിൻ്റെ സാറുമെല്ലാം അവളെ ഡൈവോഴ്സ് ചെയ്തതാണ് എന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് വീണ്ടും പ്രതീക്ഷയുടെ ഒരു മിന്നൽ എൻ്റെ ഹൃദയത്തിലേക്ക് എത്തിയത്. അതെ, എനിക്ക് വീണ്ടും ആ ഒരു പ്രതീക്ഷ വളർന്നു എന്നിൽ. അതെ, അവൾ ഉപേക്ഷിക്കപ്പെട്ടവളാണെങ്കിൽ ഞാൻ അവളെ സംരക്ഷിക്കും. ഞാൻ അവൾക്കുണ്ടാവും ഒരു തണലായി, ഒരു താങ്ങായി. അവളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരും. അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൈ പിടിച്ചുയർത്തും. അപ്പോൾ ഞാൻ വീണ്ടും പ്രതിജ്ഞ ചെയ്തതാണ്. സത്യമായിട്ടും ഹിജാബി, നീ പറയുന്നതിൽ അല്പമെങ്കിലും സത്യമുണ്ടോ? അതോ എന്നോട് നീ അങ്ങനെ പറയുകയാണോ? ഷമ്മാസ്, അത് എന്താ ചെയ്യുക, എനിക്കറിയുന്നില്ല. എനിക്കിപ്പോൾ തോന്നുകയാണ്, എന്നെ ഒരാൾ ഒരിക്കൽ നിക്കാഹ് കഴിച്ചതുകൊണ്ട്, എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് മറ്റൊരുത്തനെ ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ല, മറ്റൊരുത്തനെ വിവാഹം കഴിക്കാൻ പാടില്ല.
മറ്റൊരുത്തിനോട് ഇഷ്ടം പറയാൻ പാടില്ല എന്നെനിക്കിങ്ങനെ തോന്നുകയാണ്. ഞാൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്നൊരു തോന്നൽ എനിക്ക് തോന്നുകയാണ്. അങ്ങനെയൊക്കെ എൻ്റെ ഒരു തോന്നലാണ്, എനിക്കറിയില്ല. ഷമ്മാസ് എന്നോട് ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പലവട്ടം അത് മറുപടി പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആകെ ഭയമാണ്, എനിക്ക് പേടിയാണ്. അങ്ങനെ പറയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഒരു അന്യപുരുഷൻ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ മറുപടി കൊടുക്കാൻ പാടുണ്ടോ എന്ന് വരെ എനിക്ക് തോന്നുകയാണ്. സത്യമായിട്ടും ഹിജാബി, നിൻ്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നു. ഒരാളെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ മുഴുവൻ അയാളോടൊപ്പം ജീവിക്കണം, അയാൾക്ക് സ്നേഹം നൽകണം. അതൊക്കെ ശരിയാണ്, ചതിക്കാൻ പാടില്ല നമ്മൾ ആരെയും. ഒരാളെയും നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരുത്തനുമായി ചാറ്റിങ്, മറ്റൊരുത്തനുമായി കോളിങ്, മറ്റൊരുത്തനെ സ്നേഹിക്കുക, അത് തികച്ചും തെറ്റാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ. പക്ഷേ എൻ്റെ ഹിജാബി, ഇന്ന് നീ ആരുടെയും അല്ലല്ലോ, ഇന്ന് നീ ഫ്രീ ആണല്ലോ, നിനക്കിന്ന് ഭർത്താവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് എന്നെ ഇഷ്ടമാണോ എന്ന്. ആദ്യം എനിക്കറിയില്ലായിരുന്നു. നിന്നെ കണ്ടപ്പോൾ ഒരുപാട് എനിക്ക് ഇഷ്ടം തോന്നി. സത്യമായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ വസ്ത്രധാരണ അതെല്ലാം കണ്ടുകൊണ്ട് എനിക്കിഷ്ടം തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോട് പറയും, ഉമ്മ ഹിജാബിട്ട പെൺകുട്ടിയാണ് എനിക്കിഷ്ടമെന്ന്. അപ്പോഴും ഉമ്മ പറയും, മോനെ മുഖം കാണാതെ നീ എങ്ങനെ സ്നേഹിക്കും, നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടും എന്നൊക്കെ. അങ്ങനെ ഒരു തമാശ മട്ടിൽ. പക്ഷേ പിന്നീട് അത് സീരിയസ് ആയി മാറുകയായിരുന്നു. ആദ്യം ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയാണ് നിന്നെ നോക്കിയത്. അതെ, ആ ഹിജാബ് ഇട്ട കുട്ടി ആരായിരിക്കും? ഇത്രയും ഫാഷൻ ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾക്കിടയിൽ ഇത്രയും നല്ല പെർഫെക്റ്റായിട്ട് വസ്ത്രധാരണ രീതി ഉള്ള ഈ കുട്ടി ആരായിരിക്കും എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതാണ്. അത് ആദ്യമൊക്കെ ഞാൻ വെറുതെ ചിന്തിച്ചു. പിന്നീട് അങ്ങോട്ട് എൻ്റെ മനസ്സിലേക്ക് ഒരു പ്രണയമായി കയറുകയായിരുന്നു. സത്യമായിട്ടും ഞാനത് വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോയി, വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പക്ഷേ പിന്നെ നിന്നെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി. എൻ്റെ സ്വപ്നം ഇത്രയും പെട്ടെന്ന് ഇല്ലാതാകുമോ എന്നോർത്ത്. പിന്നീടെല്ലാം അറിഞ്ഞപ്പോൾ, നീ മറ്റൊരുത്തൻ്റെ ഭാര്യയാണെന്നറിഞ്ഞപ്പോൾ ആ പ്രതീക്ഷയെല്ലാം എന്നിൽ നിന്ന് അകന്നു പോയി. അള്ളാഹുവിനോട് ഒരുപാട് പൊറുക്കലിനെ തേടി. പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ, ഡൈവോഴ്സിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ വീണ്ടും പ്രതീക്ഷ തുടങ്ങി. അതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നീ ഇല്ലാതെ ജീവിക്കാൻ വയ്യ എന്നുള്ള രീതിയിലായിട്ടുണ്ട്. സത്യമായിട്ടും ഹിജാബി, നീ ഒന്ന് സമ്മതം തന്നാൽ ഞാൻ നിന്നെ നിക്കാഹ് ചെയ്യും, തീർച്ചയായും. വേറൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിൻ്റെ ആ ഒരു ഇസ്ലാമികമായ കാഴ്ചപ്പാട് അതാണ് എന്നെ ആകർഷിച്ചത്. സത്യമായിട്ടും ഇതുപോലെയുള്ള പെൺകുട്ടികളെ കിട്ടാൻ പ്രയാസമായിരിക്കും. ഞാൻ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഹിജാബി. ഞാനിനി എന്ത് ചെയ്യും? നീ നിൻ്റെ പഴയ ഹസ്ബൻഡിനെ ഓർത്ത് ഇനിയും ഇരിക്കുവാനാണോ ഉദ്ദേശം? അതോ പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ നിന്നെ കൈപിടിച്ച് കൊണ്ടുപോവട്ടെ? നീ എനിക്കതിന് സമ്മതം തരുമോ? ഹിജാബി, പ്ലീസ്, എനിക്ക് നീ ഒരു ആൻസർ നൽകണം. ഒരിക്കലും ഡൈവേഴ്സ് ചെയ്ത ഭർത്താവിനെക്കുറിച്ച് വീണ്ടും ഓർക്കുന്നത് ശരിയല്ല. അതിപ്പോൾ നിങ്ങൾക്ക് അന്യപുരുഷനാണ്. ഒരിക്കലും അത് ഇപ്പോൾ ഓർക്കുന്നത് ഹലാലല്ല. സത്യമായിട്ടും. പക്ഷേ ഹിജാബി, ഞാൻ നിന്നെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നിന്നെ എനിക്ക് നിക്കാഹ് ചെയ്യണം. എനിക്ക് നിന്നെ കല്യാണം കഴിച്ചേ മതിയാവുള്ളൂ. എനിക്കെൻ്റെ ജീവിത സഖിയാക്കി നിന്നെ എന്നിലേക്ക് ചേർക്കണം. അതിനു മുമ്പിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും അത് നേടിയെടുക്കുവാൻ വേണ്ടി എത്ര ഹാർഡ് വർക്ക് വേണ്ടി വന്നാലും ഈ ഷമ്മാസ്, ഞാൻ എൻ്റെ ഹിജാബിയെ സ്വന്തമാക്കും. അതിന് നിൻ്റെ ഒരു സമ്മതം മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളൂ. സത്യമായിട്ടും ഹിജാബി, നീ എൻ്റെ മനസ്സറിയുന്നുണ്ടല്ലോ. നീ ഒരിക്കലും എനിക്കറിയാം നിനക്ക് പെട്ടെന്നൊന്നും ഒരാളെ മറക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെയും അത് ഓർക്കുന്നത് ശരിയല്ല. സത്യമായിട്ടും എൻ്റെ കൂടെ നിനക്ക് ജീവിക്കാം. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. ഇൻഷാ അല്ലാഹ്
അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഹൈറാണെങ്കിൽ ഇത് നടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഹിജാബി, നീ ഒരു സമ്മതം എനിക്ക് തരണം. ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ട് നുസൈബാക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പടച്ചോനെ, ഇത്രയ്ക്കും നല്ല ആളുകളും ഈ ഭൂമിയിലുണ്ടോ? ഞാൻ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ടേ ഇല്ല. ഒരു പെണ്ണിനോട് ഇത്രമാത്രം സ്നേഹത്തിൽ പെരുമാറുന്ന ആളുകളും ഉണ്ടാവുമോ? ഇല്ല, എനിക്കെൻ്റെ ഇക്കയിൽ നിന്ന് ഇതൊന്നും കിട്ടിയിട്ടില്ല. ഇദ്ദേഹത്തിൽ നിന്ന് ആ വാക്കുകൾ തന്നെ കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് മനസ്സിന് വല്ലാതെ സന്തോഷം തോന്നാണ്. തന്നെ ഇദ്ദേഹം പരിഗണിക്കും, ഇദ്ദേഹം എന്നെ സ്വീകരിക്കും എന്നൊക്കെ ഒരു തോന്നൽ. അല്ലാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത്രയ്ക്കും നല്ല രീതിയിൽ എന്നോട് പെരുമാറുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആവശ്യം ഞാൻ അവഗണിക്കുന്നത് ശരിയല്ലല്ലോ. അല്ലാ, ഹൈറാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ പറയാൻ അത് കഴിയുന്നില്ല. നുസൈബയുടെ ചുണ്ടുകൾ ചലിക്കുന്നു. ഷമ്മാസ്, നിന്നെ ഇഷ്ടമാണ് എന്ന് അതാ നുസൈബ ഒരു വോയിസ് വിടുവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. പക്ഷേ ഭയമാണ്. എന്തു ചെയ്യും? അള്ളാഹുവേ, ഖൈറാണെങ്കിൽ എനിക്കിതിന് മറുപടി കൊടുക്കാൻ കഴിയണേ അല്ലാ. ആമീൻ. നുസൈബ ഒരു നിമിഷം പടച്ചവനോട് ദുആ ചെയ്തു. ഷമ്മാസ് വീണ്ടും അതാ ഒരു ചോദ്യചിഹ്നം ഇട്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.